നിന്ന് കള്ളുകുടിച്ചതിന്റെ പണം ചോദിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ ഷാപ്പ് മാനേജരെ മർദ്ദിക്കുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത കേസിൽ 2 പേർ അറസ്റ്റിൽ. പെരിങ്ങോട്ടുകര തൈവളപ്പിൽ വീട്ടിൽ ഗോകുൽ കൃഷ്ണ, നാട്ടിക സ്വദേശി പുളിക്കൽ വീട്ടിൽ മുഹമ്മദ് മിസ്ബാൻ എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗോകുൽ കൃഷ്ണ അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ റൌഡിയാണ്. സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ: കഴിഞ്ഞ ജൂലൈ 8-ാം തീയതി രാത്രി 7:50 നാട്ടികയിലുള്ള കള്ള് ഷാപ്പിലായിരുന്നു സംഭവം. വടാനപ്പള്ളി സ്വദേശിയായ കൊണ്ടറപ്പശ്ശേരി വീട്ടിൽ രാജേഷ് മാനേജറായി ജോലി ചെയ്യുന്ന ഷാപ്പിൽ പ്രതികൾ 2 പേരും ചേർന്ന് കള്ളും കറിയും വാങ്ങി കഴിച്ചിരുന്നു. തുടർന്ന് മിസ്ബാനെ ഷാപ്പിലിരുത്തി മറ്റുള്ളവർ പുറത്തുപോയി. ഷാപ്പടയ്ക്കാൻ സമയമായിട്ടും പണം നൽകാതിരുന്നതിനെ തുടർന്ന് മാനേജർ രാജേഷ് പണം ചോദിച്ചതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. പണം ചോദിച്ചതിൽ പ്രകോപിതനായ മിസ്ബാൻ സുഹൃത്തായ ഗോകുൽ കൃഷ്ണയെ ഫോൺ വിളിച്ചു വരുത്തുകയായിരുന്നു. ഷാപ്പിലെത്തിയ ഗോകുൽ കൃഷ്ണയും മിസ്ബാനും ഷാപ്പിലുണ്ടായിരുന്ന കള്ളുകുപ്പികളും ഗ്ലാസുകളും തല്ലിപ്പൊട്ടിച്ച് നാശനഷ്ടം വരുത്തി. ഇത് തടയാൻ ശ്രമിച്ച മറ്റൊരു മാനേജറായ ശ്രീജിത്തിനെ തള്ളിമാറ്റിയ ശേഷം പ്രതികൾ രാജേഷിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് മർദ്ദിക്കുകയായിരുന്നു. ഗോകുൽ കൃഷ്ണ അന്തിക്കാട്, വലപ്പാട് പോലീസ് സ്റ്റേഷനുകളിലായി 2 വധശ്രമ കേസ് അടക്കം 5 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. മിസ്ബാൻ വലപ്പാട്, തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലായി 2 കേസുകളിലെ പ്രതിയാണ്.